നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബാക്കി 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ 2 വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്ത വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ സവിശേഷതയാണ് നമ്മൾ കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിൻ്റെ സമയത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. പാമ്പാർ നദി. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദ്യം. 2 എണ്ണം. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം എന്തായിരുന്നു? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം. പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം, ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ്? ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. അടുത്ത ചോദ്യം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ചോദ്യം, അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. അടുത്ത ചോദ്യം, മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മുഴുവൻ ഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ. അടുത്ത ചോദ്യം, കല്ലുമല സമരം നടന്ന സ്ഥലം. കല്ലുമല സമരം നടന്ന സ്ഥലം പെരുന്നാട്. പെരുന്നാട്. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദ്യം. ഇ ഗവേണൻസ്. ഇ ഗവേണൻസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അട്ടാരി. പണ്ട് അട്ടാരിയിലാണ്, പക്ഷേ ഇപ്പം കർണാടകയിൽ ബെൽഗാവിയിലാണ് ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത്. കർണാടകയിൽ ബെൽഗാവി. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ഷോല. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്?
രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ. അടുത്ത ചോദ്യം, കറൻസിയോതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. നമ്മൾ BHIM എന്നാണ് പറയുന്നത്. BHIM, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. അടുത്ത ചോദ്യം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ്. അടുത്ത ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. മൂലമറ്റം. മൂലമറ്റം. അടുത്ത ചോദ്യം, നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം, ടിബറ്റ്. സിക്കിമും ടിബറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റോഹ, മംഗലാപുരം. അപ്പം റോഹയും മംഗലാപുരം തമ്മിലാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. 14444. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം എത്ര താമരകളാണെന്നാണ് ചോദ്യം. 8. അടുത്ത ചോദ്യം, വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽപ്പെടുന്നതാണ്? അപ്പോൾ ഈ ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽപ്പെടുന്നതാണ് എന്നാണ് ചോദ്യം. നോവൽ. ആനന്ദമഠം എന്ന് വെച്ചാൽ ഒരു നോവലാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. അടുത്ത ചോദ്യം, വേല ചെയ്താൽ കൂലി വേണം. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വേല ചെയ്താൽ കൂലി വേണം. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? കേളപ്പൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ് എന്നാണ് ചോദ്യം. അമരാവതി സമ്മേളനം. അമരാവതി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുരിശ്യ നേതാവ് ആരാണ് എന്നാണ് ചോദ്യം. എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുരിശ്യ നേതാവ്? തലക്കൽ ചന്തു. തലക്കൽ ചന്തു. അടുത്ത ചോദ്യം, KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം. മൊറാഴ സമരം. മൊറാഴ സമരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അടുത്ത ചോദ്യം,
നൈതാലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? നൈതാലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യം, നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ദിനബന്ധു മിത്ര. ദിനബന്ധു മിത്ര. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം. 32-ാം അനുച്ഛേദം. ചോദ്യം, ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. സാരനാഥ്. സാരനാഥ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഒരു ദിവസം 250 രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരമുണ്ട്. അടുത്ത ചോദ്യം, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? മൗലിക കടമകൾ. മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്ത ഭാഗം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? D.K. കാർവേ. D.K. കാർവേ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം അതായത് സ്റ്റേറ്റ് ആനിമൽ ഏതാണെന്നാണ് ചോദ്യം. ആന. അടുത്ത ചോദ്യം, മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? എറണാകുളം. അടുത്ത ചോദ്യം, ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ ഏതാണ് എന്നാണ് ചോദ്യം. അറബിക്കടൽ. അടുത്ത ചോദ്യം, സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ ജില്ല. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിലെ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്ത. അടുത്ത ചോദ്യം, ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ് എന്നാണ് ചോദ്യം. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഖണ്ഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഖണ്ഡ്. അടുത്ത ചോദ്യം, 2016 മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? 2016 മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? മാൻഹോൾ. മാൻഹോൾ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജനന സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജനന സ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. ചെമ്പഴന്തി. അടുത്ത ചോദ്യം, മിശ്ര വിവാഹത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്?
മിശ്ര വിഭാഗത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദി തന്നിരിക്കുന്ന ഓപ്ഷനില്ല. ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണ് എന്നാണ് ചോദ്യം. തിസ്ത. തിസ്ത. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. അടുത്തൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 55ാമത്തെ ചോദ്യം, ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ് എന്നാണ് ചോദ്യം. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. അടുത്ത ചോദ്യം, കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ്? കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു. തോറിയം. തോറിയം. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബില്ല് 2016 ലക്ഷ്യം വെക്കുന്നത് എന്ത്? കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബില്ല് 2016 ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വാടക ഗർഭധാരണ നിയന്ത്രണം. വാടക ഗർഭധാരണ നിയന്ത്രണം. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം ആരാണ്? SL നാരായണൻ. SL നാരായണൻ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന കായിക ദിനം. കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. അടുത്ത ചോദ്യം, വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ് എന്നാണ് ചോദ്യം. തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ ഇത്രയാണ് ജനറൽ നോളജ്, കറണ്ട് അഫെയർ ആൻഡ് കേരള റിനൈൻസസ് എന്ന സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി അടുത്ത സെക്ഷൻ നമ്മുടെ ജനറൽ ഇംഗ്ലീഷും പിന്നെ മാത്സും മെൻ്റൽ എബിലിറ്റിയാണ്. ഇത് രണ്ടും നമുക്ക് ഉടനെ തന്നെ സെപ്പറേറ്റ് വീഡിയോയ്ക്കകത്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.